ഹലോ ഗൈസ്, ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും, എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ പുറകെയാണ്. അവർക്കൊരു അന്തിച്ചർച്ച ചെയ്യാനുള്ള ഒരു നല്ല ടോപ്പിക് കിട്ടി. ഇനി കുറച്ച് ദിവസങ്ങളും ചിലപ്പോൾ കുറച്ച് ആഴ്ചകളൊക്കെ അതിൻ്റെ പുറകിലായിരിക്കാം. പിന്നെ ഓരോ ദിവസവും പേര് കേട്ടാൽ അറിയാത്ത അല്ലെങ്കിൽ അറിയാത്തതും പേര് കേട്ടാൽ അറിയുന്നതുമായിട്ടുള്ള പല നടിമാരും പുറത്തു വന്നിട്ട് ഓരോ ദിവസവും ഒരു നടന്മാരെയും സഹനടന്മാരുടെയും ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും അങ്ങനെ പല ആൾക്കാരുടെയും പേരുകളിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ സംഭവത്തിനുണ്ടല്ലോ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം തന്നെ പറയാം. എന്ത് മാങ്ങത്തുലിയാണിത്. ഇവർ ഇതിലെ ഒന്നാം പ്രതിയാക്കാണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു നടിയോ അല്ലെങ്കിൽ ഈ സിനിമാ ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് ഒരാൾക്കെതിരെ എന്തെങ്കിലും കേസ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒന്നാം പ്രതി ഈ പെണ്ണ് തന്നെ ആയിരിക്കണം. ഒന്നാം പ്രതി ഇവർ തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളത്? ഞാൻ പറയട്ടെ, നിങ്ങളൊരു ആളാണ്, നിങ്ങളൊരു സ്ത്രീയാണ്. നിങ്ങളൊരു ചാൻസിന് വേണ്ടിയിട്ട് ഒരു സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ, ഓക്കെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാണ്, ഓക്കെ ഞാൻ എല്ലാത്തിനും റെഡിയാണെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ പീഡിപ്പിക്കാൻ വരുന്ന അല്ലെങ്കിൽ വാതിൽ മുട്ടാൻ വരുന്ന ആൾക്കാരുടെ മുഖത്ത് രണ്ടടി വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ കാർപ്പിച്ച് തുപ്പിയിട്ട് എനിക്ക് വേണ്ടടാ നിൻ്റെ സിനിമയിൽ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് കാർപ്പിച്ച് തുപ്പിയിട്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോരണം, എനിക്ക് അന്തസ്സായിട്ട് വേറെ ജോലി ചെയ്ത് ജീവിക്കാൻ അറിയാടാ പട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോരണം. അതൊരു ഓപ്ഷനാണ്. പിന്നത്തെ ഓപ്ഷൻ, വീട്ടിൽ പോയിട്ട് ഈ സ്വന്തക്കാർ അച്ഛന്മാരോ ആങ്ങളമാരോടോ നാട്ടുകാരോടോ പോയി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ വനിതാ കമ്മീഷനിലൊക്കെ പോയിട്ട് കേസ് കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവർക്കുണ്ട്. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെണ്ണുങ്ങളെന്ന് ഇതിനൊന്നും പ്രതികരിക്കാതെ ഇവർക്ക് സ്വന്തം മാനത്തിനേക്കാളും വില സിനിമയ്ക്കാണെന്ന് ബോധ്യമുള്ള കാരണമല്ല ഇവർ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവുന്നത്. സ്വന്തം മാനത്തിന് യാതൊരു വില കൊടുക്കാതെ സ്വന്തം മാനം പോയാൽ എനിക്ക് കുഴപ്പമില്ല, സിനിമയിലെ ചാൻസ് മതി എന്ന് പറഞ്ഞിട്ട് അന്നൊന്നും മിണ്ടാണ്ട് ഇവർ ആലോചിക്കണം. ഞാൻ ഡബിൾ കോട്ടിൽ പറയാണ്, അവർക്ക് സ്വന്തം മാനത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് സിനിമയിലുള്ള ചാൻസാണ്. അതുകൊണ്ട് അവർ ഇത്ര കാലം മിണ്ടാണ്ട് നിന്നിട്ട് ഈ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറായിട്ട് എന്നിട്ട് പിന്നെ ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിൽ വേണ്ട വിധം അവസരം കിട്ടാതായപ്പോൾ അല്ലെങ്കിൽ അന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ അപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള പുതിയ ഒരു കഥ മെനഞ്ഞിട്ട് വരാണ്. ഇതിനൊക്കെ ഒരിക്കലും നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും പോലീസുകാർ പോലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യരുത്. ഇതിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും അവസാനിക്കില്ല. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ഇവരോട് ആരെങ്കിലും ഓപ്പണായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ടന്ന് പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങളന്ന് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമാ ഫീൽഡിൽ പോകുന്ന സ്ത്രീകൾക്ക് ആ ഒരു തോന്നലുണ്ടാവും, ഞാനിന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ 2 വർഷം പോയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാലും ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാനം വലുതാണെങ്കിൽ ഞാനിപ്പോൾ പ്രതികരിക്കണം എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. അല്ലാത്തടത്തോളം കാര്യം ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സ്വന്തം മാനത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് സിനിമാ മോഹത്തിനും സിനിമയിലുള്ള ചാൻസിനും കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം അത് നിങ്ങൾ അന്ന് പ്രതികരിക്കേണ്ടതായിരുന്നു. കാരണം സിനിമ മാത്രമല്ല ഇന്ന് ലോകത്തിലുള്ളത്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ എന്തെല്ലാം ജോലിയെടുത്ത് എന്തെല്ലാം ബിസിനസ് എടുത്ത് ജീവിക്കുന്നു. അല്ലാണ്ട് സിനിമയിൽ ചാൻസ് കൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമ ഫീൽഡ് വേണ്ടാന്ന് വെച്ച് വരണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമാക്കാരുടെ കൂടെ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഓപ്പണായിട്ട് നമുക്ക് പറയാൻ തയ്യാറാവണം. അല്ലാത്തിടത്തോളം കാര്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരു ലോജിക്കും ഞാൻ കാണുന്നില്ല.